ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇല്ലോളം. എൻ്റെ പേര് അഞ്ജന, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂർ എയർപോർട്ടിലാണ്. അപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം എന്നൊരു തോന്നൽ. അത് നല്ല തോന്നലല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നവംബറിൽ എനിക്കിപ്പം 40 വയസ്സാവും. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഹാഫിലും മുക്കാല് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. എനിക്ക് അറിഞ്ഞുള്ളൂ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു. പക്ഷേ പലരുടെയും നമ്മുടെ നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു ഹാഫും തന്നെ വെച്ചോ, അല്ല ഹാഫും കഴിഞ്ഞ് മുക്കാലിൻ്റെ ഇടയിൽ നമ്മൾ എത്തി. സോ ഇപ്പോഴും പക്ഷേ നമ്മൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്ക് മേ ബി 20 വയസ്സായിരിക്കാം, 30 വയസ്സായിരിക്കാം, 50 വയസ്സായിരിക്കാം, 60 വയസ്സായിരിക്കാം. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഫിലോസഫിയാണ് പറയാൻ പോണത്. പലർക്കും പല ലൈഫ് ഫിലോസഫീസ് കാണുമല്ലോ, പല ഫിലോസഫിക്കൽ ബിലീഫ്സ് വെച്ചിട്ടായിരിക്കും പലരും ജീവിക്കുന്നത്. അപ്പം ഞാനെന്ന് പറയുന്ന ഒരാൾ, ഇപ്പം എല്ലാവരുടെയും മെൻ്റൽ സ്റ്റേറ്റ് എപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ല. എൻ്റെ ലൈഫിന് അതിന് ഭയങ്കര ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ തന്ന ആളുകൾ നോർമലായിട്ട് പോകും, എല്ലാം ഓക്കെ, എല്ലാം ഹാപ്പി. എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കൂളായിട്ടിരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, ഭയങ്കര കൂളാണ്, എന്തും വരട്ടെ. പക്ഷേ വേറൊരു ദിവസം എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തോടെ അങ്ങ് മാറും. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. മേ ബി ലേഡീസിനായിരിക്കും കൂടുതൽ അങ്ങനത്തെ അവസ്ഥ വരുന്നത്. ഒരു 40s ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും. കാരണം ആണുങ്ങൾക്ക് ഞാൻ അങ്ങനത്തെ ഒരു പ്രതിഭാസം അധികം കണ്ടിട്ടില്ല. അവരുടെ ബിഹേവിയറൽ ചേഞ്ച് ചിലപ്പം പെട്ടെന്നിങ്ങനെ വന്നിട്ട് മാറിപ്പോകും. നമ്മളിങ്ങനെ കുറേ നാൾ ആ ഒരു പ്രതിഭാസത്തിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. എന്നിട്ട് അത് മാറി വേറെ ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി, പിന്നെ ഡിപ്രഷൻ, പിന്നെ എന്താണ് ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, കൺഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഓവർവെൽമിങ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഐ റിയലി ഡോണ്ട് നോ. ഇത് എങ്ങനെ സർപ്പാസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ എനിക്കറിയാം, ഞാൻ അതിനൊരു വഴി കണ്ടുപിടിക്കും. അത് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ കേസ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഓവർവെൽമിങ് ആണ്. ഇപ്പം ഞാൻ ഒരു ക്രിയേറ്റർ അല്ലാന്ന് നിങ്ങളുടെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിയേറ്റർ അല്ല. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഉടനെ നിങ്ങൾ ഫോൺ എടുത്ത് വെച്ച് സ്ക്രോൾ ചെയ്യുമ്പം ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്കൊരു ഹിറ്റ് വരും. ലൈക്ക് അതിന് പറയുന്ന ഡോപ്പമിൻ ഹിറ്റ് എന്നാണ്. എനിക്ക് അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്നെ വീഡിയോസിന് ലൈക്സും കമൻറ്റ്സ് കൂടുതൽ വരുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരുമ്പോഴും എനിക്കൊരു ഡോപ്പമിൻ ഹിറ്റ് വരും. അപ്പം അതില്ലാത്ത സമയം വരുമ്പോഴത്തേക്ക് എൻ്റെ ബ്രെയിൻ അത് ഇല്ലാതാവും, അതായത് സ്കേഴ്സിറ്റി വരും. അപ്പോൾ ബ്രെയിനിന് എന്തോ ഒരു മിസ്സിങ്. അപ്പം ഞാൻ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ പിന്നെയും നോക്കും, എന്താണെന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ഫേസിൽ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ഐ ആം ഗോയിങ് ത്രൂ ദിസ്. ഇതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വന്നൊരു സംഭവമാണ് കേട്ടോ. ലൈക്ക് ഈ ഒരു സ്കേർസിറ്റി, എന്തോ ഒരു മിസ്സിങ്. പക്ഷെ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണ് സോഷ്യൽ മീഡിയയുടെ ഇഫക്റ്റാണ്. അത് പല ക്രിയേറ്റേഴ്സിനും കാണാം. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആണെന്ന് തന്നെ ഇല്ല, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജോലിയിൽ ഇങ്ങനെ അടിപൊളി പ്രൊമോഷനൊക്കെ കിട്ടി, സാലറിയൊക്കെ കിട്ടി, ഭയങ്കര സെറ്റപ്പിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ക്രൈസിസ് വന്നു, കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി, അപ്പോൾ മൊത്തത്തിൽ ഒരു ഡൗൺ. അപ്പം നിങ്ങൾ ഡൗൺ ആവില്ലേ? അതേപോലെ ഏത് ജോലിയിലാണെങ്കിലും, ഏത് ഫേസ് ഓഫ് ലൈഫാണെങ്കിലും, ഇപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിലും, ഇപ്പം റിലേഷൻഷിപ്പ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, ബ്രേക്കപ്പായി, അപ്പം അവർക്ക് പെട്ടെന്നൊരു ക്രൈസിസ് സിറ്റുവേഷൻ വരില്ല. അപ്പോൾ അത് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് തന്നെ ഒരു റീഅഫർമേഷൻ എന്ന പോലത്തെ ഒരു വീഡിയോ ആണിത്. ലൈക്ക് എനിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. എനിക്ക് തന്നെ ഞാനിങ്ങനെ അഫർമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഓൾ ദിസ് ഷാൽ പാസ്, അങ്ങനത്തെ ഒരു സംഭവം. നിങ്ങൾക്ക് മേ ബി ഹെൽപ്ഫുൾ ആവാം. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം മെൻ്റലി നല്ല സ്റ്റേറ്റിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നതും കൂടെ കമൻറ്റ് ചെയ്താൽ കൊള്ളാം കേട്ടോ. ലൈക്ക് ഞാനിപ്പം ട്രാവൽ ചെയ്യാണല്ലോ, അപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ആൾക്കാരുടെ ലൈഫ് കാണാൻ പറ്റും, കുറേ ആൾക്കാർ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ, ഞാൻ തന്നെ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കുമല്ലോ, അയ്യോ എനിക്കിതില്ല, അതില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇതില്ല, അയ്യോ എനിക്കെന്തിങ്ങനെ.
അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നോക്കിയപ്പോഴത്തേക്കും ഒരു കൊച്ച് ഒട്ടും വയ്യാനും മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കൊച്ചിന്. അപ്പം ആ അമ്മയുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ലൈക്ക് അങ്ങനെ പലപ്പോഴും നമ്മൾ പറയൂലേ, നമ്മളെക്കാട്ടിലും എത്രയോ ദുഃഖം കൂടുതൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റ് അതൊരു നല്ല വേ ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ ഹിറ്റ് ചെയ്തത്. അയ്യോ, ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടെ കഴിക്കാൻ പോയി. കഴിച്ചിട്ട് വെളിയിറങ്ങി വന്നപ്പം ഒരു സ്ത്രീ, ഇതൊക്കെ ഞാൻ ആ മൊമെൻറ്റിൽ ആലോചിക്കും കേട്ടോ, പക്ഷെ കുറച്ച് കഴിയുമ്പം മറക്കും. പക്ഷേ ഞാൻ പറയുന്നത് അതിനൊരു റീഅഫർമേഷൻ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ക്ലീനിങ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മളെ ബൈക്കിൽ കയറാൻ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വേണ്ട വേണ്ട വേണ്ടെന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുക അങ്ങനെ അവരിങ്ങനെ നമ്മളത് കെഞ്ചുകയാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമ്മളായിരുന്നു ഈ സിറ്റുവേഷനിലെങ്കിൽ നമ്മൾ എന്തുമാത്രം കെഞ്ചിയിട്ടും അവർ വാങ്ങിച്ചില്ല. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ നോക്കുക, അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു എംബാരസിങ് അല്ലെങ്കിൽ നിസ്സഹായമായ സിറ്റുവേഷൻ. ഞാനിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണിങ്ങനെ വലിയ വലിയ ഫിലോസഫി പറയണമെന്ന്. എല്ലാവരും എപ്പോഴെങ്കിലും ലൈഫിൽ ഫിലോസഫി പറഞ്ഞിട്ടുണ്ടാവും. അത് ആ ഒരു സ്റ്റേജ് എപ്പോഴായാലും വരും നമുക്ക്. പക്ഷെ ഞാൻ നോക്കിയോ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഞാൻ മറക്കും. പക്ഷെ ഞാനത് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു അറ്റംപ്റ്റാണ് ഈ വീഡിയോ. ഫുഡ് വന്നു. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുകയായിരിക്കും ഞാനിപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിട്ട് ഭയങ്കര സെറ്റപ്പിലിരുന്നിട്ട് ആണല്ലോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണത്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലൈഫിൽ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോഴും ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഷോ ഓഫ് കാണിക്കുകയെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ. ഞാൻ പറയുന്നത് ലൈഫിൽ നമ്മൾ ഓവർവെൽമിങ് വരുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എങ്ങനെ എടുക്കും എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യമുണ്ട്, വീട്ടിലെ കാര്യമുണ്ട്, ലൈക്ക് മെയിൽ ആണെങ്കിൽ അവർക്ക് ഓഫീസിലെ കാര്യം, ഫിനാൻസസ് എല്ലാം കൂടെ പലപ്പോഴും ഓവർവെൽമിങ് ആയിരിക്കും, ചലഞ്ചിങ് ആണ്. അപ്പം ഞാൻ പറയുന്നത് 1 or 2 days കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. സോളോ ട്രിപ്പ് പോവുക. അപ്പോൾ അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർക്കും അവരുടേതായ രീതിയിൽ സോളോ ട്രിപ്സ് ചെയ്യാൻ പറ്റുമല്ലോ. ലൈക്ക് ഏത് ലെവൽ വരെ നമുക്ക് സോളോ ട്രിപ്സ് ചെയ്യാമല്ലോ. സത്യമായി നമുക്ക് ബ്രേക്കാണ് ആവശ്യം നമ്മുടെ ലൈഫിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി. അത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അറ്റംപ്റ്റാണ്. ലൈക്ക് ചില ആൾക്കാർ വിചാരിക്കും അയ്യോ എനിക്കതൊന്നും സമയമില്ല, എനിക്കതൊന്നും പൈസയില്ല. പൈസ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ശരി, ഇപ്പം അമ്പലത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം കാർ എടുത്തുകൊണ്ടുപോയി മധുര വരെ പോയിട്ട് വരാം, അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം, തിരിച്ചു വരാം. 2000 രൂപ കൂടുതൽ എക്സ്പെൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി 3000 മാക്സിമം. നമുക്ക് വേണ്ട. അപ്പോൾ ബസ് പിടിച്ച് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ശംഖുമുഖം ബീച്ചിൽ പോയിട്ട് ഒരു ദിവസം ഇരിക്കുക, അവിടുത്തെ സ്നാക്കൊക്കെ കഴിച്ച്. ജസ്റ്റ് സജഷൻസ് പറയണതാണ്. അപ്പം നമുക്കിങ്ങനെ ഫ്രീ തിങ്ക് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുമ്പോഴേ നമുക്ക് ലൈഫിലെ ഡിസിഷൻസ് എടുക്കുന്നത് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൊട്ടയാവേ ഉള്ളൂ. മിസ്റ്റേക്സ് ചെന്ന് പിന്നെയും ചാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ദാറ്റ് വിൽ ഗെറ്റ് യു ഇൻ ട്രബിൾ. ഞാൻ ട്രബിൾ ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ആങ്സൈറ്റി. എന്താണെന്ന് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആങ്സൈറ്റി. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാർ എടുത്തിട്ട് ഞാൻ എന്തോ ഒരു സാധനം പെട്ടെന്ന് മറന്നുപോയി. അപ്പം ഞാനാണെങ്കിൽ കാറ് പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറിപ്പോയി. അപ്പം നോക്കിയപ്പോൾ കാറ് ഫ്രണ്ടിലോട്ട് പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാഗ്യതല്ല, മതിലിടിച്ച് നിന്ന് സൈഡ് തേഞ്ഞ് ഡോറും തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതാണ് ഇതൊക്കെ സയൻസാണ്. യൂണിവേഴ്സ് തന്നെ തരും. യൂണിവേഴ്സ് അല്ല, നമ്മളെ തന്നെ മിസ്റ്റേക്കാണ്. ലൈക്ക് ടൈം ടു ടേക്ക് എ ബ്രേക്ക്. എന്നിട്ട് ഞാൻ റിയലൈസ് ചെയ്തില്ല, ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തു. അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ബ്രേക്കാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ആ സ്റ്റെപ്പ് എടുക്കുമല്ലോ. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ദെൻ ഫ്രീ ആയിട്ടിരിക്കും. അത് ഞാൻ നമ്മൾ ആരും ചെയ്യില്ല. നമ്മുടെ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ചില ആൾക്കാർ കാണുമായിരിക്കും അങ്ങനെ ആ ഒരു മോഡിലോട്ട് പോകുന്നത്.
ഗുഡ് ഫോർ ദം, അങ്ങനെ തന്നെ വേണ്ടത്. ലൈക്ക് ഡിറ്റാച്ച്, എല്ലാവരും ഡിറ്റാച്ച് ചെയ്തൊരു സ്ഥലത്ത് പോയിരുന്നു. അങ്ങനെയുള്ളവർക്ക് സക്സസ്ഫുള്ളായിട്ട് ലൈഫിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എനിക്ക് വേണ്ടിയുള്ള അഫർമേഷനാണ്. മേ ബി നിങ്ങൾക്കും എക്സാം എഴുതുന്ന ആൾക്കാർ, ടെസ്റ്റിന് വേണ്ടി, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ, എല്ലാവർക്കും ഓവർവെൽമിങ് സിറ്റുവേഷൻസ് ആണോ ലൈഫിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബ്രേക്ക് എടുക്കൽ. എക്സാം ആണെങ്കിൽ എക്സാമിൻ്റെ അവസാന നിമിഷം ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. വെൽ എഹെഡ് ഓഫ് ടൈം നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു ദിവസം ഞാൻ പോയി എൻജോയ് ചെയ്യും, എന്നിട്ട് വന്നിരുന്ന് നോക്കും, കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടുള്ള ആളല്ല കേട്ടോ. പഠിക്കാനിരുന്നാൽ ഫുൾ ടൈം പഠിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ തല പെരുത്തിരിക്കും പരീക്ഷയുടെ തലേദിവസം ആകുമ്പോൾ. ചേച്ചി പറയുന്നത് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മുടെ ലൈഫ് ലെസൺസ് ആണല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മൾ അൺഹാപ്പി ആണോ, അതായിരിക്കും മേ ബി ഒരു റീസൺ. നിങ്ങൾ അൺഹാപ്പി ആയിരിക്കണം, സ്ട്രെസ്സിൻ്റെ റീസൺ. നിങ്ങളുടെ ബോസായിട്ട് നിങ്ങൾ സെറ്റ് ആവുന്നില്ലേ, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് സെറ്റ് ആവുന്നില്ലേ, കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പം പക്ഷെ അതിന് നിങ്ങളൊരു സൊല്യൂഷൻ എടുക്കുന്നില്ലെങ്കിൽ ആ ലൈഫ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടേ ഇരിക്കും അൺഹാപ്പി ആയിട്ട്. അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് സെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫുഡ് എൻജോയ് ചെയ്യാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ മൂഡ് വന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ വർക്കാണല്ലേ, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കാണ്. അപ്പം ഞാനിപ്പോൾ ബ്രേക്ക് എടുക്കാൻ വന്നിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഐ എം വർക്കിംഗ്. ബട്ട് അതെന്നെ സാഡാക്കുന്നില്ല. എനിക്ക് എപ്പോഴാണോ വീഡിയോ എടുക്കാൻ തോന്നുന്നത് അപ്പം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര വിമ്മിഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അതാണ് പലപ്പോഴും എന്നെ ഓവർവെൽഡ് ആക്കുന്നത്. ഇതാണ് പ്രശ്നം, മനസ്സിലായോ? ഇനി ഞാൻ എങ്ങനെ എനിക്ക് സെൽഫ് ഇൻഫർമേഷൻ കൊടുക്കും? പക്ഷേ ഈ വീഡിയോ ആൾക്കാർ കാണും, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ കമൻസ് ഇടും, നിങ്ങൾ ലൈക്ക് അടിക്കും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അതാണ് ദാറ്റ്സ് വാട്ട് കീപ്സ് മീ ഗോയിങ്. ബട്ട് ഇങ്ങനെ പക്ഷേ ഇപ്പം എൻ്റെ ഹോപ്പ് എന്താണ്, ഓക്കെ ഞാനിത് ട്രിപ്പ് പോവുകയാണ്, എനിക്കിനി കുറച്ച് ദിവസം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എന്നും അങ്ങനെ മൈൻഡ് സെറ്റ് വന്നുകൂടാ? എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ലൈഫിൽ കുറച്ചൊരു ബാലൻസ് വരും അല്ലേ. ഇവിടെ ആരെങ്കിലും സൈക്കോളജിസ്റ്റിൽ കേട്ടോണ്ടിരിക്കണമെങ്കിൽ എന്നെ തെറി വിളിക്കല്ലോ കേട്ടോ. ഞാൻ എന്തെങ്കിലും പിച്ചും പേയൊക്കെ വിളിച്ച് പറയാമെന്ന് പറയല്ലേ. ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെതായ രീതിയിൽ സിമ്പിളായിട്ട് പറയുന്നുണ്ടെന്നുള്ളൂ. ബൈ ദ വേ ഗൈസ്, ഞാൻ ഇരിക്കുന്നത് താണ്ട ഈ ഒരു സാധനത്തിനെ ഫേസ് ചെയ്തിട്ടാണ്. ഇത് സിംഗപ്പൂർ എയർപോർട്ടിലെ ടെർമിനൽ 4 സംഭവമാണ്. ഇതിങ്ങനെ തൂക്കിയിട്ടിങ്ങനെ റിങ്സ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. അതിങ്ങനെ ഷേപ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ പിന്നിലുള്ള ടെക്നോളജി എന്താണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ അറിഞ്ഞൂടാ. ഇവരുടെ എന്തോ എൻജിനീയറിങ് സംഭവമാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫുഡ്. വേറൊരു കാര്യം ഞാൻ ഓർത്തത്, നമ്മൾ പലരുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫിനെ കണ്ട് നമ്മൾ ബോധവാണ്. അവരുടെ സക്സസ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു സംഭവം. പക്ഷെ പലപ്പോഴും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കും. ഫോക്കസ് ഇൻ യു ദാൻ അതേഴ്സ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് അല്ലേ. അത് മറ്റേതിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ എനർജി വേസ്റ്റ്, നമ്മുടെ ടൈം വേസ്റ്റ്, നമ്മുടെ ബ്രെയിൻ പിന്നെയും അതിലേക്ക് അവരുടെ എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയോ പറയുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം. എന്താണ്? ഫോക്കസ് ഇൻ യു ദാൻ അതേഴ്സ്. ഓവർവെൽമിങ് സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ബ്രേക്ക് എടുക്കുക, റിയലൈസ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ ബ്രേക്ക് എടുക്കുക. പിന്നെന്താണ്, എല്ലാവരെയും ഹാപ്പി ആയിട്ട് വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഫസ്റ്റ് യു ആർ ദി പ്രയോറിറ്റി. നമ്മുടെ ഹെൽത്താണ് പ്രയോറിറ്റി. ജോബ് സെക്കൻഡാണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ ജോബില്ല. സോ ഓൾവേസ് ഹെൽത്തൊക്കെ ഞാൻ പറയും, പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യില്ല. ബട്ട് ഇതെൻ്റെ അഫർമേഷനാണ്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക്. ഓൾറെഡി ചില ആൾക്കാർ ഭയങ്കര സെറ്റാണ്. ലൈക്ക് അവർക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഒരു കൂസലില്ല. അവരുടെ ലൈഫ് സ്റ്റഡിയായിട്ട് മുന്നോട്ട് കൊണ്ട് അവർ ഭയങ്കര
എന്താണ് സ്റ്റഡി ഹെഡഡ് ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ. സോ നിങ്ങൾക്കതൊരു അഫർമേഷൻ ആയിക്കോട്ടെ, ഒരു റിമെമ്പർ അല്ലെങ്കിൽ ഓർമ്മിക്കാനൊരു അവസരമായിട്ട് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ലിസണിങ്. ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് എൻ്റെ ഡോപ്പമിൻ ലെവൽ കൂട്ടൂ എമ്പക്കം. അപ്പം ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.